ഹായ് എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് പെൺകുട്ടികളോടാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല, മാരേജ് റിലേഷൻഷിപ്പിലുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അതായത് പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന രീതിയിലൊന്ന് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവരിലേക്ക് കാര്യം എത്തിക്കാനും പറ്റും, അവർക്ക് നമ്മളോട് പറയാനുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നുള്ളത്. ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് എടുത്ത് ചാടിയോട് ചോദിക്കും, എന്തെങ്കിലും എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് ചാടിയോട് ചോദിക്കും. പക്ഷേ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ നീ എന്തെങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സങ്കടമാവുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്നെ തീരെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. ആ ഒരു രീതി ഒന്ന് മാറ്റിയേക്കാം. അത് നമ്മൾ ശരിക്കും ഒരു പരാതിയായിട്ടാണ് പറയണത്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ പകരം ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ വാക്കുകളേക്കാൾ കൂടുതൽ പ്രവൃത്തിയാണ് കാണിക്കാറുള്ളത്. അതായത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ പ്രവൃത്തിയിലൂടെയാണ് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാറുള്ളത്. ശരിക്കും നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, അത് അവരുടേതായ രീതിയിലായിരിക്കും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ലവ് ലാംഗ്വേജ് എങ്ങനെയാണ് എന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അതിലൂടെ തന്നെ നമ്മളുടെ ആ ഒരു പരാതിയെ ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ പറ്റുന്നത് മാത്രമല്ല, ആ രീതിയിൽ നിങ്ങൾക്കും അങ്ങോട്ട് പെരുമാറാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ള പരാതിക്ക് പകരമായിട്ട് ഈ രീതിയിൽ പറയുക, ഞാൻ ഇങ്ങനെയാണ് ശരിക്കും പെരുമാറാറുള്ളത്, അപ്പോൾ ശരിക്കും നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എങ്ങനെയാണ്, ഈ രീതിയിൽ ചോദിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, പലപ്പോഴും അവരവരുടെ കൂട്ടുകാരുടെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല അല്ലെ. ചില ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അവരോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ആണല്ലേ എന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ആദ്യം, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം, നമുക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവരോട് പറയാം എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ അവരവരുടെ കൂട്ടുകാരുടെ കൂടെ പോകാന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ടൈം കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുകയാണില്ലേ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്കത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് അവർക്ക് ആ ഒരു ചിന്ത പോവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറയേണ്ട, പകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, കൂട്ടുകാരുടെ കൂടെ എൻജോയ് ചെയ്യുകയാണെന്നുള്ളത് എനിക്കറിയാം, നമുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു മൊമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്താലോ, ഫണ്ണായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതേപോലെ അങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ശരിക്കും എന്താണ്, ഇതൊരു ലവ് റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഒരു മാരേജ് റിലേഷൻഷിപ്പ് തന്നെയാണ്, ഇതെന്ത് ഇങ്ങനെ പോകുന്നത് എന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അതായത് നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് ചോദിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ ആ റിലേഷൻഷിപ്പിനെ പോലും വെറുക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും അവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് നമ്മളെ തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത്. അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ടുള്ള ഉത്തരം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മതി, എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഇഷ്ടമാണ്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ ബന്ധത്തെ കാണുന്നത് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ശരിക്കും അവർ പറഞ്ഞു തരും, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളതും ഈ റിലേഷൻഷിപ്പ് എനിക്ക് അത്രത്തോളം ജീവനാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും, അവരുടെ മനസ്സ് തുറക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സിലുള്ള പകുതി തെറ്റിദ്ധാരണകളും ഇല്ലാതെയാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒട്ടുമിക്ക ആളുകളുടെയും പരാതിയാണ് നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചാലും ഒന്നും റിപ്ലൈ തരാറില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പറയാറുണ്ട്, അതായത് എനിക്ക് എപ്പോഴും നിങ്ങൾ റിപ്ലൈ തരാറില്ല, എന്താണ്, എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുകയാണോ, എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ഒരു പരാതിയായിട്ടും അവർക്ക് അവരുടെ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും, നമ്മളത് മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെയൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം, നമ്മൾ ഇങ്ങനെ പറയാം, എനിക്കറിയാം നിങ്ങൾ തിരക്കിലാണ് എന്നുള്ളത്, പക്ഷേ നിങ്ങളുടെ ഒരു ഹായ് എങ്കിലും കിട്ടണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ എപ്പോഴാണ് ഫ്രീ എന്ന് നോക്കിയിട്ട് ആ ഒരു ടൈമിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ഒക്കെ അയക്കാമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരതിന് തയ്യാറാവും എന്നുള്ളതാണ്.
അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് എനിക്കൊരു മെസ്സേജ് അയക്കുന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാതിരിക്കുന്നത് കുറച്ചിട്ട് മെസ്സേജ് അയക്കാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആവശ്യം നടന്നാൽ പോരെ. അപ്പോൾ ഈ രീതിയിലൊക്കെ വേണം നിങ്ങൾ അവരോട് പറയാനായിട്ട്. പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊക്കെ വരാറുള്ളത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളിലൂടെയാണ്. പല രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ അതെല്ലാം ചിലപ്പോൾ പ്രശ്നങ്ങളായിട്ട് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയും കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പരാതികളൊക്കെ പറയുന്നത് പൊതുവേ പുരുഷന്മാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പരാതികൾ എന്നുള്ളതൊന്നും മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് പരസ്പരം കുറച്ചുകൂടി മനസ്സിലാക്കാനും കൂടി കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ രീതിയിൽ വേണം നിങ്ങൾ അവരോട് പെരുമാറാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കാനായിട്ട്. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബോണ്ട് കുറച്ചുകൂടി ഒന്ന് കൂടാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്